Hi my dear friends, good morning to all. എല്ലാവരും കഴിഞ്ഞ ക്ലാസ് കണ്ടായിരുന്നോ? കഴിഞ്ഞ വീഡിയോ കണ്ടായിരുന്നോ? അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കുവാൻ സാധിച്ചോ? ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും സംശയം തോന്നിയാൽ എൻ്റെ പേഴ്സണൽ നമ്പർ ഞാൻ തന്നിട്ടുണ്ടല്ലോ, ആ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. നമുക്ക് ക്ലിയർ ചെയ്ത് തരാം. ഇപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്, നമ്മൾ ആഴ്ചയിൽ 2 ക്ലാസ് വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുവാൻ പോകുന്നത് നമ്മൾ ഒരേ രീതിയിൽ നമ്മൾ സംസാരിക്കാനാണ് പഠിക്കുന്നത്. സംസാരിക്കുമ്പോൾ നമുക്ക് തെറ്റിപ്പോകുവാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഒരേ രീതിയിൽ നമ്മൾ അർത്ഥം ഒരേ രീതിയിലാണെന്ന് തോന്നും എങ്കിലും അതിന് പ്രത്യേകമായിട്ട് അത് പറയുമ്പോൾ പൂർണ്ണമായും മാറിപ്പോയേക്കാവുന്ന ഒരു കാര്യങ്ങൾ, അതാണ് നമ്മൾ ഹാവ് യു ചേർത്തും ഡിഡ് യു ചേർത്തും നമ്മൾ പറയുന്നത്. എന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കണം. എന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ എന്താണ് എബൌട്ട് എന്ന് പറഞ്ഞാൽ കുറിച്ചെന്നാണെന്നറിയാം. ആരെക്കുറിച്ചാണോ? എന്നെക്കുറിച്ചെന്ന് പറയുന്നത് എന്നെ എന്ന് പറയുമ്പോൾ മീ. ഹാവ് യു അന്നേരം നമ്മൾ പറയുന്നതാണ് ഹാവ് യു ഹേഡ്. ഹാവ് യു ഹേഡ് എന്ന് ചോദിച്ചാൽ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിനാണ് നമ്മൾ ഹാവ് യു ചേർക്കുന്നത്. എന്നിട്ട് എബൌട്ട്, ഹാവ് യു ഹേഡ് എബൌട്ട് മീ, നിങ്ങൾ എന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നായി. ഹാവ് യു ഹേഡ് അബൌട്ട് മീ, അല്ലെങ്കിൽ ഹാവ് യു ഹേഡ് അബൌട്ട് അവർ കോളേജ്, ഞങ്ങളുടെ കോളേജിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അതുപോലെ ഹാവ് യു കഴിഞ്ഞ് വെച്ച് ഹാവ് യു ഹേഡ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് എന്താണോ ചോദിക്കേണ്ടത് അതിന് മുമ്പിൽ എബൌട്ട് ചേർത്താൽ മതി. ഹാവ് യു ഹേഡ് അബൌട്ട് കഴിഞ്ഞ് വെച്ച് നമുക്ക് ചോദിക്കാവുന്നതാണ്. അന്നേരം നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നാകും. എന്നാൽ കണ്ടിട്ടുണ്ടോ എന്നാണെങ്കിലോ ഹാവ് യു എവർ സീൻ ആകും. ഹാവ് യു എവർ സീൻ ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ, നമുക്ക് എന്ത് വേണേൽ ചോദിക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹാവ് യു എവർ സീൻ. അതുപോലെ നിങ്ങൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ എന്നാണെങ്കിലോ ഹാവ് യു എവർ ഗോൺ. ഹാവ് യു എവർ ഗോൺ എന്ന് ചോദിക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ, അങ്ങനെ ചോദിക്കുന്ന ഹാവ് യു ചേർത്ത് നമ്മൾ ചോദിച്ചു. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതല്ലാതെ നിങ്ങൾ കേട്ടോ എന്ന് ചോദിക്കണം. നിങ്ങൾ കേട്ടോ എന്നാണെങ്കിൽ എങ്ങനെയാണ് ചോദിക്കുന്നത്? അതിന് നേരെ ഹാവ് യുവിന് പകരം നമ്മൾ ഡിഡ് യു ചേർത്താൽ മതി. ഹാവിന് പകരം ഡിഡ് ചേർക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഡിഡ് ചേർക്കുമ്പോൾ നമ്മൾ ഈ വെർബിൻ്റെ 3ാമത്തെ ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ചേർക്കരുത്. പകരം ഫസ്റ്റ് ഫോം ചേർക്കണം. അതായത് ഡിഡ് യു ഗോ, നിങ്ങൾ പോയോ. ഡിഡ് യു ഹിയർ, നിങ്ങൾ കേട്ടോന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നതിന് പകരം നിങ്ങൾ കേട്ടോ എന്നാകും. നിങ്ങൾ കേട്ടോ. നിങ്ങൾ പോയോ, ഡിഡ് യു ഗോ, നിങ്ങൾ പോയോ. ഡിഡ് യു റൈറ്റ്, നിങ്ങൾ എഴുതിയോ. ഹാവ് യു റിട്ടൺ, നിങ്ങൾ എഴുതിയിട്ടുണ്ടോ. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. ഹാവ് യുവും ഡിഡ് യുവും ചേർത്ത് പറയുന്നതിൻ്റെ വ്യത്യാസം. നിങ്ങൾ സംസാരിക്കുന്ന വഴിക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണിത്. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇതെങ്ങനെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നമുക്ക് ഈ സംസാരിച്ച് ഈ പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ബോർഡിൽ എഴുതി കാണിച്ചാണ് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നതെന്ന് നേരത്തെ ഒരു അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ട് കം ഓൺ, ലെറ്റ്സ് ഗോ ടു ദി ബോർഡ്. ഇതാ ഹാവ് യു ഹേഡ്. ഹാവ് യു ഹേഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ. ഇത് എബൌട്ട് എന്ന് പറഞ്ഞാൽ കുറിച്ച്. നമ്മൾ ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് ചോദിക്കുകയാണ്. ഹാവ് യു ഹേഡ് എബൌട്ട്. ഇനി എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഹാവ് യു ഹേഡ് എബൌട്ട് ലണ്ടൻ, നിങ്ങൾ ലണ്ടനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ. ഹാവ് യു ഹേഡ് എബൌട്ട് മൈ വില്ലേജ്, നിങ്ങൾ എൻ്റെ വില്ലേജിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ. ഹാവ് യു ഹേഡ് എബൌട്ട് മീ, നിങ്ങൾ എന്നെ കുറിച്ച് കേട്ടിട്ടുണ്ടോ. ഹാവ് യു ഹേഡ് എബൌട്ട് അവർ കോളേജ്, ഞങ്ങളുടെ കോളേജിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ. ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് ചോദിക്കാം ഹാവ് യു ഹേഡ് എബൌട്ട്. ഹാവ് യു ഹേഡ് എബൌട്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ. ഏതിനെ കുറിച്ചാണെന്ന് നമ്മൾ ചോദിക്കാനുള്ളത് നമുക്ക് ചോദിക്കാം. നമുക്ക് സെലക്ട് ചെയ്യാം. ഏത് വേണമെങ്കിലും, എന്തിനെ കുറിച്ച് വേണമെങ്കിലും ചോദിക്കാം. ഹാവ് യു ഹേഡ് എബൌട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ, ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഹാവ് യു ഹേഡ് എബൌട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹാവ് യു ഹേഡ് എബൌട്ട് മാത്രം ഓർത്തിരുന്നാൽ മതി. ബാക്കി എന്തിനെ കുറിച്ചാണെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ. അതുപോലെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണം. നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ. അതിന് ഹാവ് യു എവർ സീൻ. ഹാവ് യു എവർ സീൻ.
ഈ അബൌട്ടിന് പകരം ഹാവ് യു എവർ സീൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ എന്ന് ചോദിക്കണം. നിങ്ങൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ എന്ന്. അന്നേരം ഹാവ് യു ഇതിന് തന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും തന്നെ ഈ കണ്ടിട്ടുണ്ടോ ഇത് സ്ഥാനത്ത് പോയിട്ടുണ്ടോ വരുന്നെന്ന് മാത്രം. അന്നേരം ഈ സീനിന് പകരം ഗോൺ ആകും. അതായത് ഹാവ് യു എവർ ഗോൺ ദേർ, അവിടെ പോയിട്ടുണ്ടോ, നിങ്ങൾ എപ്പോഴെങ്കിലും അവിടെ വരുന്നുണ്ട് കേട്ടോ. ഹാവ് യു എവർ ഗോൺ, ഈ തേരില്ലാതെയാണ് ഹാവ് യു എവർ ഗോൺ എന്നാണ് നിങ്ങൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ. ഈ തേർ ഇവിടെ ഇല്ല എങ്കിൽ നമുക്ക് അർത്ഥ വ്യത്യാസം വരാതെ നമുക്ക് പഠിക്കാം. ഹാവ് യു എവർ ഗോൺ, നിങ്ങൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഈ ഹാവ് യു എവർ സീൻ ഇതിന്റെ എല്ലാം പൊതുവായിട്ടൊരു കാര്യം വരുന്നുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിച്ചോ. ഹാവ് ചേർത്ത് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ഈ വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് സീ, സോ, സീൻ, അതായത് വെർബ് 1, വെർബ് 2, വെർബ് 3 തേർഡ് ഫോം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഗോ ആണെങ്കിൽ ഫസ്റ്റ് ഫോം ഗോ, സെക്കൻഡ് ഫോം വെന്റ്, തേർഡ് ഫോം ഗോൺ. ഇത് ഹാവിന് ശേഷം നമ്മൾ ഒരിക്കലും ഈ വേറെ ഒരു ഫോമും ചേർക്കരുത്. വെർബിന്റെ മൂന്നാമത്തെ ഫോം മാത്രം ചേർക്കുക. അതാണ് ഇവിടെ ഹേഡ് വന്നത്. ഹിയർ ഹേഡ്, ഹേഡ്. നമ്മള് ഹാവ് യു എവർ ഹേഡ്, ഹാവ് യു എവർ സീൻ. ഇത് എന്താണ് ഇതിന്റെ ഇത് തമ്മിലുള്ള വ്യത്യാസം? ഡിഫറൻസ് ബിറ്റ്വീൻ ഹാവ് യു ഹേഡ് ആൻഡ് ഡിഡ് യു ഹിയർ. ഇവിടെ ഹാവ് യു ആയപ്പോൾ ഹേഡ് ആയി, ഡിഡ് യു ആയപ്പോൾ ഹിയർ ആയി. എന്താണ് ഇതിന്റെ വ്യത്യാസം? എന്താണ് നമ്മൾ പഠിക്കുന്നത്? ഡിഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരിക്കലും ഈ വേറെ ഒരു ഫോമും ചേർക്കരുത്. ഡിഡിന് ശേഷം വെർബിന്റെ ഫസ്റ്റ് ഫോം മാത്രം. ഡിഡ് യു, ഇത് ഹാവ് യു റിട്ടേൺ ചോദിക്കാം. ഹാവ് യു റിട്ടേൺ, നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? അന്നേരം ഡിഡ് ആണെങ്കിലോ ഡിഡ് യു റൈറ്റ്, ഡിഡ് യു റൈറ്റ്, നിങ്ങൾ എഴുതിയോ, നിങ്ങൾ എഴുതിയോ എന്ന് വരും. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാണെങ്കിൽ എന്ത് വരും എന്നാണ് പറഞ്ഞത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോയ്ക്കാണ് ഹാവ് യു ഹേർഡ്, നിങ്ങൾ കേട്ടോ ആണ് ഡിഡ് യു ഹിയർ, നിങ്ങൾ കേട്ടോ. ഇത് തമ്മിലുള്ള ഇതിന്റെ അർത്ഥമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് ഹാവിന് ശേഷം വെർബ് 3 ചേർക്കണം, ഡിഡിന് ശേഷം വെർബ് 1 ചേർക്കണം. അതായത് ഗോ എന്ന വെർബിന്റെ ഗോ, വെന്റ്, ഗോൺ, വെർബ് 1, വെർബ് 2, വെർബ് 3. റൈറ്റ് ആണെങ്കിൽ റൈറ്റ്, റോട്ട്, റിട്ടേൺ. ഇത് വെർബ് 1, വെർബ് 2, വെർബ് 3. അങ്ങനെ ഇത് ഉപയോഗിക്കുവാൻ പഠിക്കുക. അതാണ് നമ്മൾ ഇത് ചോദിക്കുമ്പോഴും പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പക്ഷെ ഇതിന്റെ അകത്ത് വരുന്ന വ്യത്യാസം കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതും കേട്ടോ എന്ന് ചോദിക്കുന്നതും, കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതും കണ്ടോ എന്ന് ചോദിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. അതാണ് നിങ്ങൾ ഇത് ഉപയോഗിക്കുമ്പോൾ പഠിക്കുന്നത്. ഡിഡ് യു സീ എന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ടോ, ഡിഡ് യു സീ, നിങ്ങൾ കണ്ടോ. ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എന്താണെന്ന് വല്ലതും മനസ്സിലായോ? മനസ്സിലായോ? ഇതിൻ്റെ ഇത് മനസ്സിലായില്ല എങ്കിൽ ഡോണ്ട് വറി, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഞാൻ തന്നിരിക്കുന്ന നമ്പറുണ്ടല്ലോ, അത് ഓർമ്മയിലുണ്ടല്ലോ. ആ നമ്പർ 9846857290 എന്ന നമ്പറിൽ ഇങ്ങോട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ ഒരു കമൻ്റ് ആയിട്ട് അയക്കുകയോ ചെയ്താൽ മതി. ഓക്കെ, ഇത് നമുക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ, ദിവസവും സംസാരിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ നമുക്കിങ്ങനെ 3-4 സെൻറ്റൻസ് വീതം മാത്രം പഠിക്കാം. ഒരു ആഴ്ചയിൽ 2 ക്ലാസ് വെച്ചാകുമ്പോൾ പോകാറാകുമ്പോഴേക്കും കുറേ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുമല്ലേ? ഓക്കെ, നമുക്കിങ്ങനെ പഠിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആരോടെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ പഠിക്കാവുന്നേ. ഓക്കെ, wish you all the best to get it by heart as early as possible. Okay, then see you in the next video. Till then, bye.